ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ സാനിറ്റി സർവറിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ പോർട്ടലൊക്കെ നമ്മുടെ ലൈവിൽ വെച്ച് സെറ്റാക്കിയായിരുന്നു. സോ ലൈവ് ഒന്ന് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ലൈവിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ ഇൻവെൻറ്ററി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആൻഷ്യൻ്റ് ബ്രീസ് ഇൻ മൈ ഇൻവെൻട്രി, ഓൾസോ വൺ നെതർ ബ്രിക്ക് നെതറാക്കുന്ന ഇൻവെറിൽ അതും കൂടി. ഓക്കെ, ഇത് മെയിൻ ചെയ്യാൻ എടുത്ത ടൈം എനിക്കേ അറിയില്ല പറയാലോ, ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ഉണ്ടായ ചേഞ്ചസ് ഞാൻ വരുത്തി തരാം. ലൈവിന് ഞാൻ ജസ്റ്റ് നെതർ പോർട്ടൽ സെറ്റാക്കിയിട്ട് ഉണ്ടായിരുന്നല്ലോ ഈ പ്ലേസിൽ. പിന്നെ ലൈവിന് ശേഷം ഞാൻ ഫുള്ള് ഇവിടെ നെതർ റാക്ക് ഇട്ടു, നിലത്ത് ഒരു ലെയറോളം. പിന്നെ ഇവിടെ കുറച്ച് മറ്റേത് മാഗ്മ, പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചിട്ട് നമ്മളെ നെതറിന്ന് കിട്ടുന്ന ബ്ലോക്സൊക്കെ ഞാൻ ഇവിടെ വെക്കാനാക്കി. ഓക്കെ, ഹൗ ഇസ് ഇറ്റ്? പിന്നെ ഗൈസ്, ഇപ്പം ഞാൻ കുറേ എൻ്റെ ഗോൾഡ് ഞാൻ പോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പിഗ്ലിങ്സിന് ട്രൈഡ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ ഒക്കെ ഏതൊരു ടൈപ്പ് ബ്ലോക്ക് വെച്ചു. ഓക്കെ, ബാക്ക് സൈഡിലൊരു ടൈപ്പ് ബ്ലോക്ക് വെച്ചു. ഓക്കെ ഗൈസ്, ഞാൻ നെതർ ആർമറാക്കാൻ വലിയ പ്ലാനിലാണ്. സോ നമ്മൾ ഒരു ബ്രിക്ക് ആക്കിയിട്ടുണ്ട്. സോ ബാക്കിയുള്ള ബ്രിക്ക് ആക്കാം. പക്ഷേ നിങ്ങൾ നേരത്തെ കണ്ടത് ലാസ്റ്റ് ഭാഗമാണ്, ആ ഇൻട്രോയിൽ കണ്ടത്. സോ ഇപ്പം നമുക്ക് അതെല്ലാം ബ്രിക്ക് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ആ ബ്രിക്ക് ആക്കാനെല്ലാം ഇത് ഞാൻ മെയിൻ ചെയ്ത് വന്ന പാടായിരുന്നു ഇത്. പിന്നെ എനിക്ക് അത്യാവശ്യം അവിടെ നിന്ന് കിട്ടിയ ആൻഷ്യൻ്റ് ഡിബ്രീസ് ഈ ടൈം ജസ്റ്റ് ആ ഒറ്റ ഒന്ന് ലൈവ് നിന്ന് കിട്ടിയതുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി മെയിൻ ചെയ്തപ്പോൾ കിട്ടി ഗൈസ് നെതറൈറ്റ്, അതായത് ആൻഷ്യൻ്റ് ഡിബ്രിയുടെ ബ്ലോക്കിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ വൈ ലെവൽ 15 ആണ്. ഓക്കെ, ഇവിടുന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നിന്ന് ഒന്ന് കിട്ടി. നമ്മളിട്ട് വീണ്ടും കുറേ സമയം മെയിൻ ചെയ്തു. മൈനിങ് ഒക്കെ ഭയങ്കര ചൊറയാണ്, എത്ര മെയിൻ ചെയ്താലും ഒരു 1-2 കിട്ടാം. ഇത് അടുത്തത് കിട്ടി. ഓക്കെ, അത്യാവശ്യം ഞാൻ റിയൽ ലൈഫിൽ 2-3 ഹവേഴ്സ് എടുത്തിട്ടാണ് ഈ 4-5 ഉണ്ടാക്കിയത് ഗൈസ്. അത്രയും പണിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് 2-3 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ 2-3 എന്തായാലും കിട്ടുന്നത്. എൻ്റെ ഗെയിമിൽ എല്ലാ ആൻഷ്യൻ്റ് ഡിബ്രി കിട്ടുന്നതിൻ്റെയും സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, ജസ്റ്റ് മെയിൻ ചെയ്യുന്ന മാത്രം. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നിന്ന് കിട്ടി 1 മാത്രം. കണ്ടോ, ഇത് സ്പോൺ ആവുന്നില്ല. ജസ്റ്റ് അതിനുശേഷം ഞാൻ വൈ ലെവൽ 9 ട്രൈ അടിക്കാൻ പോയതാണ്. ആ ടൈം ഉണ്ട് അവിടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഏതാ ശരിക്കില്ല വൈ ലെവൽ. പക്ഷേ ഞാൻ 15 തന്നെയാണ് എനിക്ക്. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഉറപ്പിച്ചായിരുന്നു. ഓക്കെ, ഇത് ഞാൻ വെറുതെ നോക്കി എത്ര ഇതുണ്ടാവുമെന്ന്. ജസ്റ്റ് എവിടെയും ഉണ്ടായിരുന്നല്ലോ, ഇല്ല അറിയാല, അൺലക്കി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടി മെയിൻ ചെയ്തു. എൻ്റെ പിക്കാക്സ് എന്ന് വെച്ചാൽ ഞാൻ സ്റ്റോൺ പിക്കാക്സിനെ കൊണ്ടാണ് മെയിൻ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ സ്റ്റോൺ പിക്കാക്സ് കഴിയുമ്പം ഞാൻ ഡയമണ്ട് പിക്കാക്സും യൂസ് ചെയ്തിരുന്നു. അതാണ് ഏറ്റവും വലിയ ചൊറ. ഇപ്പം നമുക്ക് എത്ര കിട്ടി? 4-5 കിട്ടി തോന്നുന്നു. അല്ല, 3 കിട്ടിയ, എത്ര കിട്ടിയ ഓർമ്മയില്ല. ഓക്കെ, ഇതും കൂടി മെയിൻ ചെയ്യുമ്പോൾ ഒരു 4 ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഓ ഗായ്സ്, അത് ഒരു ഒ പി നമുക്കങ്ങനെ ഫസ്റ്റ് ടൈം 2 വരുന്നത് കിട്ടി. അത് നമ്മുടെ ഭാഗ്യത്തിന് അറിയാണ്ട് ഈ ഡയമണ്ട് പിക്കാക്സിൻ്റെ പവർ കൊണ്ട് അപ്പുറമില്ല നെതറാക്ക് പൊട്ടിപ്പോയതാണ്. സോ അതായിരുന്നു കിട്ടാനുള്ള റീസൺ. നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. സപ്പോസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും. ഐ തിങ്ക് ഇല്ല ഗൈസ്, ഇവിടെ എവിടെയും ഇല്ല. ഭാഗ്യമില്ല, യോഗമില്ല മണിയേ. ഓക്കെ, അങ്ങോട്ട് ഞാൻ വെറുതെ പോയി നോക്കി, കാര്യമില്ല, അവിടെ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, മേലെയൊക്കെ നമ്മൾ ഏതായാലും ഇത് 9 അത് വൈ ലെവൽ. നമുക്ക് മേലെ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. മേലെ ഒന്നും കാണുന്നൊന്നുമില്ല. സോ വെറുതെ ഇതാവാന്നില്ല. സോ ഗൈസ്, ലൈവ് എന്തായാലും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ലൈവിലാണ് നെതർ പോർട്ടലാക്കുന്നത്. ഫസ്റ്റ് ആൻഷ്യൻ്റ് ഡിബ്രി കിട്ടുന്ന ഭാഗം ലൈവിലുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് നെതർ റാക്ക്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ ഡയറക്റ്റ് നെതർ ടൂൾസിലേക്ക് മാറ്റാമെന്നില്ല. ഇതിൽ ഒരു നെതർ ബ്രിക്കും ആക്കി മറ്റേ നെതറിൻ്റെ ഇതും ആക്കിയിട്ട് അവിടെ വെച്ചു. ബട്ട് അവിടെയാണ് എനിക്ക് പണി പറ്റിയത്. മറ്റേ നെതർ അപ്ഗ്രേഡർ എന്ന് പറഞ്ഞ സാധനമാണ്. പിന്നെ വീണ്ടും മൈനിങ്ങിന് പോയി ആൻഷ്യൻ്റ് ഡിബ്രി. നെതർ അപ്ഗ്രേഡർ നമുക്ക് അടുത്ത ഇതിൽ കണ്ടുപിടിക്കാം. സോ ആൻഷ്യൻ്റ് ഡിബ്രി വീണ്ടും മൈനിങ് ചെയ്തപ്പം കിട്ടിയതാണ് 1. പക്ഷേ എണ്ണൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈം. പിന്നെ ജസ്റ്റ് ഞാൻ 1 കിട്ടിയാൽ പിന്നെ അതിൻ്റെ ചുറ്റുഭാഗമെല്ലാം ഒന്ന് ജസ്റ്റ് മൈൻ ചെയ്യാൻ തുടങ്ങി നേരത്തെ ഇതനുസരിച്ച്. ഞാൻ ഇത് വൈ ലെവൽ 15 9 ഞാൻ നോക്കി, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി. പക്ഷേ ഗൂഗിളിലെല്ലാം പറയുന്നത് വൈ ലെവൽ 15 തന്നെയാണ്. സോ ഞാൻ 15 കയറി. എന്തോ നമ്മളെ ഭാഗ്യത്തിൽ നമുക്ക് നേരത്തെ വൈ ലെവൽ 9 കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മൈൻ ചെയ്ത് സൈഡൊക്കെ ക്ലിയർ ചെയ്യും. ഇത് വലിയ കുഴപ്പമില്ലാത്ത മൈനിങ് ആയിരുന്നു, പക്ഷേ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തൊന്ന് കട്ടാണ്. ഞാൻ ജസ്റ്റ് ഈ കട്ടായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളെ ബോറടിപ്പിക്കാണ്ടിരിക്കാനാണ്, അല്ലാണ്ട്
പിന്നെ ഗൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 2-3 ആൾക്കാർക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ഇവിടെ ഒന്നുണ്ട്. ഓ ഗൈസ്, വീണ്ടും ഒരു OP നമുക്ക് വീണ്ടും 2 ഇത് കിട്ടി. ഇതാണ് ഗൈസ് ഇത് ഡയമണ്ട് പിക്കാക്സിൻ്റെ പവറാണ്. അതുകൊണ്ട് അപ്പുറത്തെ നെതറാക്കോട്ടും നമുക്ക് കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് കാണാനും പോകുന്നില്ല ഈ സാധനം. ഓക്കെ, നമ്മൾ ഒരുപാട് ദൂരം വന്നിരിക്കുന്നു. നിങ്ങൾ എൻ്റെ 2-3 സ്ഥലത്തെ ഇത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൽ ഇന്നും മൈനിങ് ഇവിടെ വെച്ച് നിർത്താം. അത്യാവശ്യം ആൻഷ്യൻ ഡിബ്രി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ എൻ്റെ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം 3 ആൻഷ്യൻ ഡിബ്രി, മറ്റേ സ്ക്രാപ്പും ഉണ്ട്, നെതറൈറ്റിൻ്റെ ഒരു ബ്രിക്ക് 3 എക്സ്ട്രാ വേറെയും ഉണ്ട്. സോ ഗൈസ്, ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിപ്പോൾ ചെറിയ വീഡിയോ ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. ടൈമില്ലാ സമയത്ത് നിങ്ങൾക്ക് കണ്ടൻറ്റ് ഒന്നും ഇടാണ്ടിരിക്കൽ ഭ്രാന്തല്ലെന്ന് വിചാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. സോ ഇതൊരു 6 മിനിറ്റ് അത്രയുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ അപ്ഗ്രേഡൊക്കെ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇനി ഞാൻ ഓഫ്ലൈനായിട്ട് നമ്മുടെ വില്ലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ. സോ ഞാൻ അവിടത്തേക്ക് നെതർ വഴി ഒരു പോർട്ടൽ കണക്റ്റ് ആക്കിയതിന് ശേഷം ഉള്ള വീഡിയോ എനിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഈ വീഡിയോ അല്ല, അടുത്ത എപ്പിസോഡിൽ. അപ്പം ഈ വീഡിയോ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.